എനിക്ക് ഈ കുട്ടിയോട് കുറച്ച് കാര്യങ്ങൾ അല്ല പറയാൻ നിങ്ങൾ വേണ്ടിയിട്ടായിരുന്നു. എന്താ ചെയ്തത് മനസ്സിലായില്ല? ഈ സെന്റർ ഓഫ് അട്രാക്ഷൻ ആവണമെന്ന് പറഞ്ഞിട്ടാണ് ഈ സാരി അവനവന് താങ്ങാത്ത ഡ്രസ്സൊക്കെ ഇട്ട് വന്നിരിക്കുന്നത്. സെന്റർ ഓഫ് അട്രാക്ഷൻ ആക്കാന്ന് വിചാരിച്ചു. അല്ല എന്നെ സ്വാഗതം ചെയ്തോണ്ട് വന്നു. പക്ഷെ മീനാക്ഷി ഇന്ന് നല്ല ഭംഗിയുണ്ട്. താങ്ക് യു ചേച്ചി. പൂവൊക്കെ വെച്ച് அப்படியே ചെന്നൈ പൊണ്ണു മാതിരി. പിന്നെ കേരളത്തിൽ വന്നേ திடீர்னு மட்ராஸுக்கு போயிட்டு சென்னை பொண்ணு இல்ல சார், நான் வந்து மலையாளி பொண்ணு தான். பச்சை மலையாளி. பச்சை மலையாளி. பச்சை தமிழ் மாதிரி பச்சை மலையாளி தான். இது மீனம்மா, இது ஃப்ரம் மாராரிக்குளம். மாராரிக்குளம். ஆனா நான் தமிழ் நல்லா பேசுவோம், தமிழ் நல்லா புரியும், தமிழ் நல்லா தெரியும். என்னடி முனியம்மா உன் கண்ணில மையே யாரு வச்ச மையே இது நான் வச்ச மையே நீ புன்னால போனா நான் பின்னால வரேன் la 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 ஐயோ இல்ல அடி என்னடி முனியம்மா உன் கண்ணில மையே யாரு வச்ச மையே இது நான் வச்ச மையே நீ முன்னால போனா நான் பின்னால வரேன் la 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 എനിക്ക് ഇതിലും വലിയൊരു ഇൻട്രോ എനിക്ക് കിട്ടാനില്ല. പക്ഷെ ഓൾസോ മീനു നമ്മൾ രണ്ടുപേരും ഇന്ന് പിങ്കിയാണ്. അതെ, നമ്മൾ എന്താ എപ്പോഴും എല്ലാ എപ്പിസോഡും സെയിം മനസ്സ് നന്നായവർക്ക് എപ്പോഴും അങ്ങനെയാണ് അല്ലേ? ടെലിപ്പതി തന്നെ. അല്ല കഴിഞ്ഞോ? ഇന്ന് അവനെ കാണാൻ നല്ല ഭംഗിയില്ലേ? നല്ല ഭംഗിയുണ്ട്, നല്ല ഭംഗിയുണ്ട്. ആ പാൻറ്റും സങ്കടം വരണ്ടെന്ന് ഓർത്തിട്ടാണോ? അല്ല, പിന്നെ കഴുത്തിലെ ആ വി ഡിസൈനും അത് ഊരിട്ടതാണോ? കൊടുക്കില്ല. ഇത് സിമ്പിൾ ആയിട്ട് വന്നാലും നല്ലത്. കോട്ടൊക്കെ ഇട്ട് ചേരാത്ത തൊപ്പിയും വെച്ച് വരുമ്പോ ചോദിക്കട്ടെ, ഇതെന്തായിരുന്നു ഉദ്ദേശം? സാരി എടുത്തു വരാനുള്ള ഒരു ചേതവികാരം എന്തായിരുന്നു? അതെന്താന്ന് വെച്ചാലേ സാർ, ഞാൻ കഴിഞ്ഞ കുറച്ച് എപ്പിസോഡുകൾ കഴിഞ്ഞപ്പോ എനിക്കൊരു കാര്യം മനസ്സിലായി. നമ്മുടെ കണ്ടസ്റ്റൻസ് എല്ലാം രണ്ടും കൽപ്പിച്ചാണ്. അവര് സാരി കൊടുത്തു വരുന്നു, പൊട്ടു തൊടുന്നു, മറ്റേ പൂ വയ്ക്കുന്നു, സിന്ദൂരം തൊടുന്നു. എനിക്ക് സിന്ദൂരം തൊടാൻ പറ്റില്ല, അത് മാത്രമേ ചെയ്യാൻ പറ്റാതുള്ളൂ. അപ്പൊ ഇത് വളർന്നു. ബാക്കി എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ? കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലോ, സമാധാനമായല്ലോ. എനിക്ക് ചെയ്യണം എന്ന് ഭയങ്കര ആഗ്രഹം. അവരെല്ലാരും ഭയങ്കര സുന്ദരികളായിട്ടിരിക്കുന്നു. മലയാളി നീയും തമ്മിലൊരു വ്യത്യാസമുണ്ട്. അവർക്ക് കഴിവുണ്ട്, മീനാക്ഷിക്ക് കഴിവില്ല. അവര് കുളിച്ചിട്ടാണ് മുല്ലപ്പൂ വെക്കുന്നത്, മീനാക്ഷി കുളിക്കാതെയാണ് മുല്ലപ്പൂ വെക്കുന്നത്. സത്യം ചേച്ചി, നമുക്ക് ഈ കുളി മാറ്റർ ഒന്നും മാറ്റിയാലോ? ആളെ വിളിക്കാം. അതെ, ആളെ വിളിക്കാം, മത്സരം തുടങ്ങാം. സ്വാഗതം ചെയ്യാം. ഔസേപ്പച്ചൻ സർ, ചാക്കട് മുറ്റ എന്താ ചിറ്റോണ്ടിരിക്കണേ അവിടെ? എനിക്ക് ഫേസിന്ന് മനസ്സിലായി. പറഞ്ഞു ഒന്നുകൂടി പറയാമോ? ചാക്കുരു മുറ്റേ ചേച്ചി ഇവിടെ ഇരിപ്പുണ്ട്. ഇല്ല, ഭയങ്കര കൂടെ ഒരാളെ വന്നിട്ടുണ്ട്. പക്ഷെ ഇവിടെ എന്തൊക്കെ ഉണ്ടാവുന്നുണ്ട്. സാർ അവിടെ നിന്ന് ഇങ്ങനെ ചിരിച്ചോണ്ടിരിക്കുക. എന്നെ അത്ര ഇഷ്ടമായതുകൊണ്ടല്ലേ ഞാൻ ഒന്നും ഡിസ്റ്റർബ് ചെയ്യുന്നില്ല. പക്ഷെ ആ വിളി ഉണ്ടല്ലോ, അത് വിളിച്ചോളൂ. നീ അതങ്ങ് സ്ഥിരമാക്കിക്കോ. ഈ പ്രോഗ്രാം കണ്ടതിന് ശേഷം ഞാൻ നോക്കട്ടെ വീട്ടിലെന്തെങ്കിലും ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവും. ഇങ്ങനെയൊക്കെ ആൾക്കാർ വിളിക്കുന്നുണ്ട്. അപ്പോ ബിന്നി ചേച്ചി, ചിങ്കിരിമണി, സ്വാഗതം. രഞ്ജന ചേച്ചി, സുന്ദരിക്കുട്ടി. ഇനി നമ്മുടെ കണ്ടസ്റ്റൻസ് ദാ നിരന്ന് പുഞ്ചിരിച്ചിരിക്കുകയാണ്. 500ന്റെ ബൾബ് കത്തിച്ച പോലെ എല്ലാവരുടെയും മുഖത്ത്. എന്താ സന്തോഷം. അപ്പൊ എല്ലാവർക്കും സ്വാഗതം കേട്ടോ. നമ്മുടെ മെന്റേഴ്സ് രണ്ടുപേരും അവര് ടെൻഷൻ, നിങ്ങൾ കുറച്ച് ടെൻഷൻ ഉണ്ടോ? കണ്ടസ്റ്റൻസ് എങ്ങനെ പാടും എന്ന് ആലോചിച്ചിട്ട് ടെൻഷൻ ഉണ്ടോ? ടെൻഷൻ ഇല്ല, അവിടെ ഇരിക്കുന്നതിന്റെ ടെൻഷൻ മാത്രമേ ഉള്ളൂ. അപ്പൊ നിങ്ങൾക്ക് രണ്ടുപേർക്കും സ്വാഗതം. നമ്മുടെ എല്ലാമായ ഓർക്കസ്ട്ര സ്വാഗതം. ഞങ്ങളുടെ പ്രിയപ്പെട്ട താങ്ക് യു. അടുത്ത കണ്ടസ്റ്റന്റ് എന്ന് പറയുന്നത് ആര്യയാണ്. ആര്യ ഏത് റൗണ്ടിലാണ് പെർഫോം ചെയ്യാൻ വരുന്നതെങ്കിലും അറിയാവോ? അറിയാം. ഏത് റൗണ്ടിലാ പറ? വിന്റേജ് വൈബ് അല്ല, ഇമോട്ടീവ്. ഇമോട്ടീവ് റൗണ്ടിലാണ് സാർ ആര്യ പെർഫോം ചെയ്യാൻ വേണ്ടിട്ട് എത്തുന്നത്. അപ്പം ആര്യ,
നൈസ് വെരി ഗുഡ്. ഹലോ ആര്യ. ഹായ് മീനാക്ഷി. ഹലോ. ഹായ് ഡേ. ഔസേപ്പച്ചൻ സാറിന്റെ പാട്ട് തന്നെയാണ്. ഈ പാട്ട് സെലക്ട് ചെയ്യാനുള്ള എന്തെങ്കിലും റീസൺ? 2 റീസൺ ഉണ്ട്. ഒന്ന്, സാറിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യണം എന്ന് തന്നെ ആഗ്രഹിച്ചു. രണ്ടാമത്തെ റീസൺ, ഞാൻ എപ്പോ ഇമോഷണൽ ആയാലും ഒന്ന് കരയണമെന്ന് തോന്നിയാൽ കേൾക്കുന്ന ഒരു പാട്ടാണ്. ഞാൻ കരയും ചെയ്യും. ഓ, ഇന്ന് പക്ഷെ കരഞ്ഞില്ല. പാടുമ്പോ കരയില്ലേ, കേൾക്കുമ്പോ കരയും. നമുക്കൊരു വിഷമം വന്നാൽ കേട്ടാൽ ഡബിൾ ആവും നമ്മുടെ വിഷമം. സത്യം, ഭയങ്കര അത്രയും ഫീൽ ഉള്ള ഒരു പാട്ടാണ്. അതും ആ പാട്ട് ആ സിനിമയുടെ കറക്റ്റ് സ്ഥലത്താണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. നമ്മൾ മറ്റേ ഇങ്ങനെ പൊട്ടിയിരിക്കുന്ന സമയത്ത് ഒന്നുകൂടെ അടിച്ചു പൊട്ടിക്കാൻ. അതെ, അങ്ങനത്തെ ഒരു സംഭവമാണത്. ഔസേപ്പച്ചൻ സർ, ഞങ്ങൾ പാട്ടിനെ കുറിച്ച് അച്ഛനോട് തന്നെ നമുക്ക്. ആര്യ നന്നായിട്ട് പാടി, താങ്ക് യു സർ. എനിക്ക് ഇഷ്ടമായി. ആദ്യത്തെ പ്ലസ് എന്ന് പറയുന്നത് ഈ പാട്ടിന്റെ തുടക്കത്തിലെ സ്ട്രെയിറ്റ് ആയിട്ട് ആ നോട്ട് ആ നോട്ട് ശ്രുതിയിൽ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആര്യത് സുന്ദരമായിട്ട് സാധിച്ചു. താങ്ക് യു സർ. വളരെ സ്റ്റഡി ആയിട്ടാണ്, അങ്ങനെ എന്തെന്ന് പറയാ, കത്തി വെച്ച് മുറിച്ച പോലെ ആ നോട്ട് കിട്ടി. അത് സംഗതിയല്ല, പക്ഷെ ആ ശ്രുതി ചേർന്ന ആ മുകളിൽ ഹൈ നോട്ടാണ്, ടു ഹൈ. അത് നന്നായിട്ട് പാടി. അനുപല്ലവിയിലൊക്കെ വരുമ്പോൾ വിണ്ണിലെ പൊൻതാരകൾ, അവിടെ എന്താ സംഭവിക്കുന്നത് ഒന്ന് പാടാവോ? കറക്റ്റാണ് അത്. പിന്നെ can you try that? അത് അത്രയുണ്ട് മോളെ. അവിടെ എവറി ടൈം അനുപല്ലവിയും ചരണവും പാടുമ്പോ അങ്ങനെ നിർത്തുന്നുള്ളൂ. അത്രയുണ്ട്. കുറച്ചുകൂടി ഇത് വരണം. പക്ഷെ അതൊന്നും എന്റെ പ്രശ്നമേ അല്ല. അത് അങ്ങനെ ചിത്ര പാടിയത് കൊണ്ടാണ് ഈ പറയുന്നത്. ചിത്ര പാടിയില്ലെങ്കിൽ ഈ പാട്ടിന്റെ മെയിൻ തിങ് ഇതിന്റെ ഫീൽ. ആ ഫീൽ വാസ് എന്റെ ഇവിടെ ഹൃദയത്തിൽ തൊട്ടു. എത്ര ഗംഭീരമായിട്ട് പാടിയാലും ഇവിടേക്ക് എത്തിയില്ലെങ്കിൽ നമ്മൾ ആ പാട്ടിനെ ഇങ്ങനെ അഭിപ്രായം പറയുന്നേ ഉള്ളൂ. ഇത് എനിക്ക് ഐ റിയലി ലവ്ഡ് ഇറ്റ്. പിന്നെ ഒരു സ്ഥലത്ത് എനിക്ക് വളരെ ഒരു തമാശ തോന്നി. അവരൊന്ന് ചേരുമ്പോൾ അതെന്താണ്, പുതിയൊരു വെർഷൻ ഉണ്ടല്ലോ അവിടെ. അതെന്താ ഇവര് പറഞ്ഞു തന്നില്ലേ? അതെന്താ? അല്ലെങ്കിൽ അത് പഠിച്ച് ഒരുപാട് തഴമ്പിച്ചത് കൊണ്ട് അവരെ പറഞ്ഞു കൊടുത്തിരുന്നു. അവരിവിടെ ഇരുന്ന് ഉടനെ അയ്യോ ഇങ്ങനെ കാണിക്കുന്ന. അതെ, അവരൊന്നു ചേരുമ്പോൾ അതാ വരട്ടെ. അവരൊന്നു എന്തോ പാടുന്നുണ്ട്. എന്താ പാടിയത്? അത്രേ ഉള്ളൂ. അത് കാരണം അവിടെ ഒന്നും വേറെ സംഗതി ഒന്നും വരാൻ പാടില്ല. അവരൊന്ന് ചേരുമ്പോൾ എന്ന് പറയുമ്പോ ഈ മാധവി അതിൽ അഭിനയിച്ച കഥാപാത്രത്തിന്റെ ഹൃദയം ഇങ്ങനെ കുപ്പിച്ചില്ല് പൊട്ടുന്ന പോലെ പൊട്ടിപ്പോവുകയാണ്. അപ്പോൾ അവിടെ സംഗതി ഇട്ടിട്ട് പൊട്ടിക്കാൻ പാടില്ല. സംഗതി പൊട്ടുമ്പോൾ ഇവിടെ പൊട്ടില്ല. എനിഹൗ ഇറ്റ്സ് ഓക്കെ. അത് പക്ഷെ പാടിയിൽ അപശ്രുതിയൊന്നും വന്നില്ല. സെയിം തിങ് രണ്ടാമത്തെ അനുപല്ലവിയിലും ആ സംഭവങ്ങളൊക്കെ വരുന്നുണ്ട്. അതുപോലെ പിന്നിലാവിലും ആ സംഗതി ചരണത്തിൽ വരുന്ന. ഓൺ ദി ഹോൾ ഐ ലവ്ഡ് ഇറ്റ്. താങ്ക് യു സർ. ബെസ്റ്റ് വിഷസ്. താങ്ക് യു സർ. ആര്യ നന്നായി പാടി. ഞാൻ ആര്യയിലേക്ക് വരണതിന് മുമ്പ് ഞാൻ ഈ സാറിനെ കുറിച്ച് ഇങ്ങനെ ചിന്തിക്കുമായിരുന്നു. അതിൽ ആ ഒരു സിറ്റുവേഷനിൽ കറക്റ്റ് ആ താരസ്ഥായിൽ തന്നെ അതെടുത്ത് മറ്റെല്ലാവർക്കും പാടാൻ ബുദ്ധിമുട്ടായിട്ടുള്ള, നമ്മൾ താഴേന്ന് ഗാന്ധാരത്തിൽ നിന്നോ പഞ്ചമത്തിൽ നിന്നോ അങ്ങനെയൊക്കെ എടുത്ത് നമ്മളൊരു പാട്ട് പാടാൻ പിന്നെ നമുക്കൊരു സ്ഥലം ഉണ്ടെന്ന് വെക്കാം. ഇത് കറക്റ്റ് മേലെ ഹിറ്റ് ചെയ്ത് പാടുന്നത് വളരെ. ആ പറഞ്ഞ എന്താന്ന് മനസ്സിലായോ? അങ്ങനെയൊക്കെ എടുക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. ഒറ്റ ഇതല്ലേ അത്. അതേപോലെ സാറേ കാട്ടിലെ മൈനയെ പാട്ട് പാടി, അതും ആ സിനിമയിലെ അല്ലേ? അതും ഒരു ഇത് വലിയ വെച്ച് സാറേ ആ പാട്ടിന് മൊത്തം മൈനറാണ്. ആ കാട്ടിലെ മൈനർ മാത്രം മേജർ ആയിട്ട് വരും. നമുക്ക് കേട്ടാ എനിക്ക് ഈ തല ചുറ്റുന്ന പോലെ, തല ചുറ്റുന്ന പറഞ്ഞാൽ ഞാൻ ആ പാട്ടിന്റെ ഭംഗിയുടെ മനോഹാരിതയുടെ ഏറ്റവും ഹൈറ്റ് ഫോമിലാണ് ഞാൻ പറയണത്. ഓ തല ചുറ്റുന്നു. തല ചുറ്റെന്ന് പറഞ്ഞാൽ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അങ്ങനെ ഒരു 10 പാട്ടുണ്ട് എൻ്റെ ലിസ്റ്റില്. അതില് ഒന്ന് സാറിന്റെ പാട്ടാണ്. ഞാൻ ഫുള്ള്
എല്ലാ ലാംഗ്വേജിലും കൂടെ പറയണം കേട്ടോ. അതിലേതാന്നറിയോ? പാതിരാമഴ ഏതോ ഹംസഗീതം പാടി. ഓ എന്റെ പൊന്നെ, അതെപ്പോ കേട്ടാലും അതില് ടാ 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 ടാ. അത് കേൾക്കുമ്പോഴത്തേക്കും കാലിന്റെ താഴേന്ന് തൊട്ട് എന്നോണ്ടൊരു സംഭവം ഇങ്ങനെ ഒരു haunting. ഉരുണ്ട് കേറി വരും. ഭയങ്കര haunting. നമസ്കാരം സാറേ, കാലിൽ വീണ് 100 ഞാൻ നമസ്കാരം. ഈ പാട്ടിനെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് അത് പറയാണ്ടിരിക്കാൻ പറ്റില്ല. ഐ ഷുഡ് മെൻഷൻ ദം. ONV സാറ് ഇത് ട്യൂണിന് എഴുതിയ വരികളാണ്. ഓ ഞാനൊരു പാടി എന്ന് എഴുതണ്ടേ. ആ സമയത്ത് ഓൺ ദി സ്പോട്ട് ഒരു 10 മിനിറ്റ് കൊണ്ട് എഴുതി തന്നതാ. അവിടെ എത്ര വുഡ് ഡാൻസ് രസം അല്ലേ? അത് പിന്നെ ഈ സിറ്റുവേഷൻസ് ക്രിയേറ്റ് ചെയ്ത് ഇതിൽ മനോഹരമായിട്ടുള്ള രംഗങ്ങൾ എഴുതി വെച്ച നമ്മളോട് കൂടിയില്ല അദ്ദേഹത്തിനെയും ഞാൻ ഓർക്കുകയാണ്. ഡെന്നിസ് ജോസഫ് ഒരുപാട് സൂപ്പർ ഹിറ്റ് ഫിലിം ഒരു സമയത്ത് തന്നിട്ടുള്ള ആളാണ്. പിന്നെ സിബി മലയിൽ പറയണോ, എത്ര പടങ്ങൾ, മ്യൂസിക്കൽ പടങ്ങൾ. പിന്നെ അതിൻ്റെ ഒരു പ്രൊഡ്യൂസർ ഉണ്ട്, സംഗീതത്തിനെ നമ്മളെക്കാളും സ്നേഹിക്കുന്ന ഒരു പ്രൊഡ്യൂസർ, നന്നായിട്ട് പാടും, കറിയാച്ചൻ. പിന്നെ പാടിയ ചിത്രദാസേട്ടനെ നമ്മൾ മറക്കാൻ പറ്റില്ല. അവരെല്ലാം ഈ സമയത്ത് വളരെ നന്ദിയോടെ ഞാൻ സ്മരിക്കുകയാണ്. ശരിക്കും ആ ഒരു സിനിമയും ഈ അതിലെ പാട്ടുകളൊക്കെ ഇപ്പോഴും എല്ലാ മലയാളികൾക്കും ഒരു സിനിമയെ കുറിച്ച് പറയല്ലേ, പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇമോഷണൽ. നേരത്തെ സംസാരിക്കുമ്പോ അതാ ഞാൻ സാറിനോട് പറഞ്ഞു, സാർ ഇത് ഉണ്ടാക്കുമ്പോ അപ്സെറ്റ് ആയിട്ടുണ്ടോ? അല്ല സാറിന് സാർ അതൊന്ന് പറയോ? വിഷമമുള്ള സിറ്റുവേഷൻ. അന്ന് നമ്മൾ അതിനൊരു ട്യൂൺ ഉണ്ടാക്കുന്നു, അതിന് വരികൾ എഴുതുന്നു. അപ്പൊ ഈ വരികളെ കേട്ടപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് ഈ സിറ്റുവേഷനിൽ വരുന്നത് ഞാൻ ചിന്തിച്ചു. പക്ഷെ ആ സിറ്റുവേഷൻ വന്നിട്ട് ഈ പടത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ അവിടെ മോഹൻലാലിന്റെ അമ്മാനച്ചന്റെ സ്റ്റുഡിയോ, സുജാത സ്റ്റുഡിയോയിൽ റെക്കോർഡ് ചെയ്യുമ്പോൾ മ്യൂസിക് ഡയറക്ടർ ദേവയുടെ ഒരു അനിയന്മാരുണ്ട്. ഒരു അനിയൻ കീബോർഡ് വായിക്കുന്നു, 2 അനിയന്മാര്, ഷബേഷ്. അതിൽ കണ്ടക്ട് ചെയ്യുന്ന മുരളിയാണ്. ആ മുരളി എന്ന് പറഞ്ഞാൽ വെള്ളേ ഇടുള്ളൂ. പക്ഷേ ഈ ചെങ്ങാതി കണ്ടക്ട് ചെയ്യാണ്. ഓരോ സീനും നിന്നിട്ട് മ്യൂസിക് ഇങ്ങനെ പോവാണ്, ബാക്ക്ഗ്രൗണ്ട് സ്കോർ. ഓർക്കസ്ട്ര ഇങ്ങോട്ട് തിരിഞ്ഞിരിക്കുക, അവർക്ക് കാണാൻ പറ്റില്ല. ഇങ്ങനെ ഇത് കണ്ടുകൊണ്ട് അത് ആ സീനിനനുസരിച്ച് കണ്ടക്ട് ചെയ്യണം, നൊട്ടേഷൻസ്. ഓരോ റീല് കഴിയുമ്പോഴും നമ്മൾ ഉള്ളിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ ഇയാൾ ഈ ഷർട്ട് ഊരിയിട്ട് പിഴിയും. ഇത് മുഴുവൻ അങ്ങോട്ട് വെള്ളത്തിൽ നനഞ്ഞ് കുളിച്ച പോലെ കരഞ്ഞിട്ടാ കരയാണ്. 2 കണ്ണിൽ നിന്ന് ഇങ്ങനെ ഒലിച്ചുകൊണ്ടിരിക്കും. ഇതൊന്നും എക്സാജറേഷൻ അല്ലട്ടാ. ഈ മ്യൂസിഷ്യൻസ് ഇത് കാണുന്നുണ്ട്, ഇയാൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. അതേപോലെ അതിൽ വായിച്ച ഓരോരുത്തർ കുറച്ച് പാടുമ്പോൾ ആ മ്യൂസിക് പാടുമ്പോൾ അതങ്ങനെ ശ്രദ്ധിച്ച് പാടും. അത് കഴിഞ്ഞാൽ അടുത്ത റീലിടും. ഇന്നത്തെ പോലെ ഒട്ടിച്ചു വെക്കുന്നതല്ല, ഒരു റീൽ മുഴുവനായിട്ട് ചെയ്യണം, തുടങ്ങിയാൽ അവസാനം വരെ. ഒരു റീൽ കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത റീലിട്ട് കാണും. അപ്പം ഞാൻ അവിടെ സെൻറ്ററിലുണ്ടാവും, ഇരുന്ന് നൊട്ടേഷൻ എഴുതും, അസിസ്റ്റൻസിന് കൊടുക്കും. അതിനുവേണ്ടി റീലിടുമ്പോൾ ദേ കനോട്ട് വിത്ത്സ്റ്റാൻഡ്. ആ കഥാപരമായിട്ട് അതിലത്തെ സീൻ കാണുമ്പോൾ അവർക്കത് കാണാൻ പറ്റുന്നില്ല. സച്ച് എ പെനിട്രേറ്റിംഗ്, അത്രയും ഇമോഷണലായിട്ട് ഇറങ്ങി ഓടുക എല്ലാവരും സീനിന്ന്. ഇതൊക്കെ ഞാൻ വേറൊരു സിനിമയ്ക്കും കണ്ടിട്ടില്ല. അതുകൊണ്ടാണ് ഞാനിതിവിടെ പറയുന്നത്. സോ ആ പടത്തിനെ കുറിച്ച് ഇപ്പോഴും അതിലത്തെ ഒരു സീൻ ഞാൻ സീരിയസ് ആയിട്ട് പറയില്ല. പറഞ്ഞ അപ്പൻ്റെ കയ്യിൽ നിന്ന് പോകും. ഐ കനോട്ട് കൺട്രോൾ. ഞാൻ ഒരു പ്രാവശ്യത്തിൽ കൂടുതൽ കാണില്ല എന്ന് തീരുമാനിച്ച സിനിമകളിൽ ഒന്ന് ആകാശദൂതാണ്. എന്നെ കൊണ്ട് പറ്റത്തില്ല. പിന്നെ ഒരു ടൈമില് കരയില്ല എന്ന് പറഞ്ഞ് ബലം പിടിച്ചിരുന്ന പലവരും ആകാശദൂത്. അതെ, അതുകൊണ്ടാണല്ലോ രാഗം തിയേറ്ററില് ഈ സിനിമയ്ക്ക് വരുമ്പോ തുവാല ഫ്രീയാ. ടിക്കറ്റിന്റെ കൂടെ തുവാലുണ്ട്. 3D ഗ്ലാസ് ഒക്കെ കിട്ടുന്ന പോലെ 3D ഗ്ലാസ് കിട്ടുന്ന പോലെ തുവാല ഫ്രീ. അല്ല, ഒരു മനുഷ്യനത് കരയാതെ കാണാൻ പറ്റില്ല. എനിവേ സാറിന്റെ ഇത്രയും നല്ലൊരു കാര്യങ്ങള് കേട്ടത് വളരെ സന്തോഷം. ആര്യക്കുട്ടി നന്നായി പാടി കേട്ടോ. ഈ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ, അത് ആ സംഗതികൾ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, പൊൻതൂവൽ, അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. പക്ഷെ നല്ല വോയിസും നല്ല സൂപ്പറായിട്ട് പാടി, നല്ല ഫീല് കിട്ടി ഞങ്ങൾക്ക് കേട്ടോ. താങ്ക് യു സോ മച്ച് ചേച്ചി. ഇത്രയും പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ ഇതിൽ എന്ത് പറഞ്ഞാലും കുറഞ്ഞു. പക്ഷെ ഈ പാട്ട്, പിന്നെ നേരത്തെ ചേച്ചി പറഞ്ഞ പോലെ കാട്ടിലെ മൈനെ, അത് സാറുള്ള വേദിയിൽ തന്നെ ഞാൻ പാടിയിട്ടുണ്ട് 2-3 വട്ടം. സാറിന്റെ ഷോസിന് ഏതോ ഒരു സ്റ്റേജിൽ സാറ് വായിക്കുന്നു മറ്റേ വയലിന്റെ ബിറ്റ് കാട്ടിലെ മൈനയ്ക്ക്. എനിക്ക് പേടിച്ചിട്ട് ഞാൻ വിചാരിച്ചു സാറ് അവിടെ സൈഡിൽ എവിടെയെങ്കിലും ഉണ്ടാവും. ഞാനാണ് വായിക്കാൻ പോണത്. ഞാൻ മമ്മീനെ നോക്കി, മമ്മി. അപ്പൊ എന്താ ഞാൻ പറഞ്ഞ, ആര്യയുടെ കാര്യമൊന്നും പറഞ്ഞില്ല.
ആര്യ ഇത് രസമായിട്ടാ പാടി ആര്യ. താങ്ക് യു ചേച്ചി. വെരി നൈസ്. ഇറ്റ് റിയലി ടച്ചസ് യുവർ ഹാർട്ട്. നമുക്ക് ഭയങ്കരമായിട്ട് ഇത് എന്താ പറയുക, ഒന്നാമത് ഈ പാട്ടങ്ങ് തുടങ്ങുമ്പോൾ തന്നെ ഭയങ്കര, എനിക്ക് ചില കാര്യങ്ങൾ ഈ പാട്ടിൽ മറക്കാൻ പറ്റാത്ത ഒന്നാ മറ്റേ രാപ്പാടി കേഴുന്നില്ലേ, രാജേഷേട്ടൻ പോയോ, ആ കേഴുന്നത് അത് വന്നില്ലെങ്കിൽ എനിക്ക് എന്തോ പോലെയാണ്. ഇത്രയും നേരം അത് പാടുമ്പോ അത് വന്നില്ല എന്ന് പറഞ്ഞാൽ എനിക്ക് ഇവിടെ ഭയങ്കര. ഇവിടെ ഈ പാട്ട് റിഹേഴ്സൽ ചെയ്യുമ്പോ തുടങ്ങി വന്നപ്പോ പോയിക്കൊണ്ടിരിക്കുക. അവസാനം അവിടുന്ന് റിഹേഴ്സലിന് പോയി വന്നു അത് വന്നില്ലെങ്കിൽ ശരിയാവൂല. ഒരു പാട്ട്, പണ്ടത്തെ പാട്ടുകൾ ഇന്നത്തെ പാട്ട് നമ്മളെ വ്യത്യാസമാണ്. പണ്ടത്തെ പാട്ടുകൾ കേട്ട് 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 നമ്മുടെ തലയിൽ റെക്കോർഡ് പോലെയാണ്. എവിടെ എന്ത് വീഴുന്നു അത്രയും നമുക്കറിയാം. സോ ഗ്ലാഡ് ഞാൻ ഒരു ഈറയിൽ ജനിച്ചത്. ഇതൊക്കെ കേൾക്കാൻ പറ്റുന്ന ഇന്നത്തെ കുട്ടികളോട് പറയുമ്പോ ഇത് ഏതാന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. പക്ഷെ എല്ലാം നമ്മൾ പഠിച്ചിരിക്കണം. വെരി 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 നൈസ് സോങ് ടുഡേ. ഒരുപാട് മാർക്സ് കിട്ടട്ടെ എന്ന് ഞാൻ വിഷ് ചെയ്യുന്നു. ഇവിടെ ഞാൻ ഒരു കാര്യം പറയട്ടെ, നമ്മളിവിടെ ഇതൊക്കെ പറയും, നമ്മളെ ഓരോ പാട്ടുകൾ ഉണ്ടാക്കുന്ന ഇമോഷനിലാണ് നമ്മൾ സംസാരിക്കുന്നത്. പക്ഷെ ഇവിടെ നമ്മുടെ തൃശ്ശൂർക്കാർ പറയുന്ന ഒരു വാക്കിന്റെ അർത്ഥം നീ അവർ കൃത്യം പറഞ്ഞ എന്തുട്ടാ? അയ്യോ, അന്നമ്മ വേറെ തുണി വേറെ. അയ്യോ, ഇത് കേട്ടോ? അന്നമ്മ വേറെ. എന്നുവെച്ചാ അർത്ഥം മനസ്സിലായില്ലേ? മനസ്സിലായി. അത് വേറെ, മാർക്സിന്റെ കാര്യം വേറെ. പാട്ട് വേറെ, മാർക്സ് വേറെ. ഇത് വേറെ, അത് വേറെ. അതല്ലേ. ഓക്കെ, ഡൺ. അപ്പൊ നമുക്ക് മാർക്സിലേക്ക് കിടക്കാം. മാർക്കിലേക്ക് പോവാം പെട്ടെന്ന്. അപ്പോൾ ആര്യമോൾക്ക് കിട്ടിയിരിക്കുന്ന മാർക്ക് 93 ഔട്ട് ഓഫ് 100. താങ്ക് യു സോ മച്ച്. വെരി ഗുഡ്. നല്ല മാർക്കാണ്. എത്രയായിരുന്നു നേരത്തെ റൗണ്ടിൽ ലഭിച്ചത്? 92.5. 92. അപ്പോ ആദ്യ ഘട്ടത്തിലെ 2 പെർഫോമൻസിൽ കഴിഞ്ഞിരിക്കുകയാണ്. രണ്ടും നല്ല മാർക്കാണ്. നല്ല മാർക്സ് തന്നെ. അപ്പൊ എന്തായാലും നമ്മൾ അടുത്ത ഘട്ടത്തിലോട്ട് സേഫ് ആകുമെന്നൊക്കെ നമുക്ക് വഴി അറിയാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. താങ്ക് യു. അടുത്ത കണ്ടസ്റ്റന്റ് വരുന്നത് ഏത് റൗണ്ടിലാണ്? ഇമോട്ടീവ് റൗണ്ട്. അല്ല അല്ല, വിന്റേജ് വൈബ്. അപ്പൊ എല്ലാരും ശ്രദ്ധിച്ചിരിക്കുന്നുണ്ട്. ശ്രദ്ധ പിടിക്കും കേട്ടോ. ഏതെങ്കിലും ഒരു പ്രാവശ്യമെങ്കിലും അവൻ കറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ട് വേണം. ഇല്ല, ഞാൻ അതുകൊണ്ട് അവനോട് എപ്പോഴും ചോദിക്കുന്നത് ഏതാ പറന്ന്. ടീച്ചർ പറഞ്ഞാട്ടെ. വിന്റേജ് വൈബ് റൗണ്ടിൽ പെർഫോം ചെയ്യാനായി എത്തുന്നു ഗ്രീഷ്മ. പൂച്ചൂടിച്ചു ഭൂമി കന്യക പുഞ്ചിരിച്ചു. അവളുടെ ലജ്ജയിൽ വിടരും ചൊടികളിൽ അനുരാഗ കവിത വിരിഞ്ഞു. ആദ്യത്തെ അനുരാഗ കവിത വിരിഞ്ഞു. ശ്രാവണ ചന്ദ്രിക പൂച്ചൂടിച്ചു ഭൂമി കന്യക പുഞ്ചിരിച്ചു. അവളുടെ ലജ്ജയിൽ വിടരും ചൊടികളിൽ അനുരാഗ കവിത വിരിഞ്ഞു. ആദ്യത്തെ അനുരാഗ കവിത വിരിഞ്ഞു. നീലാകാശ താമരയിൽ
പുഷ്പമാക്കി ശ്രാവണ ചന്ദ്രിക പൂച്ചൂടിച്ചു ഭൂമി കന്യക പുഞ്ചിരിച്ചു അവളുടെ ലജ്ജയിൽ വിടരും ചൊടികളിൽ അനുരാഗ കവിത വിരിഞ്ഞു ആദ്യത്തെ അനുരാഗ കവിത വിരിഞ്ഞു സ്വർഗാരോഹണ വീഥിക്കരികിൽ സ്വപ്നങ്ങൾക്കിടയിൽ സ്വർഗാരോഹണ വീഥിക്കരികിൽ സ്വപ്നങ്ങൾക്കിടയിൽ കമനീയാങ്കൻ പ്രിയനൻ മനസ്സിലാ കവിത പകർത്തി വച്ചു അവനെ സ്നേഹിച്ചു വന്നു കണ്ടു കീഴടക്കി എന്നെ കിളി പുഷ്പമാക്കി ശ്രാവണ ചന്ദ്രിക പൂച്ചൂടിച്ചു ഭൂമി കന്യക പുഞ്ചിരിച്ചു അവളുടെ ലജ്ജയിൽ വിടരും ചൊടികളിൽ അനുരാഗ കവിത വിരിഞ്ഞു ആദ്യത്തെ അനുരാഗ കവിത വിരിഞ്ഞു ബ്യൂട്ടിഫുൾ ആയിട്ട് വരും. ഗ്രീഷ്മ നന്നായി പാടിയോ? ടെൻഷൻ ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ. ഫസ്റ്റ് റൗണ്ടിനേക്കാളും കുറച്ചുകൂടി ഫ്രീ ആയിരുന്നു. ഓക്കെ ഔസേപ്പച്ചൻ സർ. ഗ്രീഷ്മ സർ എന്താണിത്? മനോഹരം. ഇത് ആക്ച്വലി സുശീലാമ്മ പാടിയ പാട്ടാണ്. പക്ഷെ എനിക്ക് എല്ലാവർക്കും തോന്നി ലീലാമ്മ പാടുന്ന പോലെ തന്നെയുണ്ട്. ഒരുപാട് സ്ഥലത്ത് ഡിറ്റോ ആണ്. അവരാണ് ഇങ്ങനത്തെ പാട്ട് പാടാറ് സാധാരണ. ഇതിപ്പോ കുട്ടി പാടിയത് കേട്ടിട്ട് ആരെങ്കിലും കേട്ടത് ആര് പാടിയതാന്ന് ചോദിച്ചാൽ അപ്പ പറയും ഇത് ലീല ചേച്ചി പാടിയതാന്ന് പറയും. ഞാൻ ഒന്നുകൂടെ ഒന്ന് നോക്കി സുശീല. വണ്ടർഫുൾ വണ്ടർഫുൾ. ലീല ചേച്ചി ഗംഭീര കർണാട്ടിക് സിംഗറാണ് കേട്ടോ, അറിയാലോ അല്ലേ? അന്ന് കാലത്തുള്ള ഇതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വിന്റേജ് വൈബ്. കണ്ടു കീഴടക്കി ഇങ്ങനത്തെ പാട്ട് വരുമ്പോൾ നമ്മളങ്ങോട്ട് നമ്മുടെ ഇപ്പോഴത്തെ പ്രസന്റ് കാലഘട്ടമല്ല അത്. കറക്റ്റ് ആ ഒരു കാലഘട്ടത്തിനെ നമ്മൾ ഓർമ്മിപ്പിക്കണം അന്നത്തെ നല്ല പാട്ടുകൾ. എനിഹാവ് അനുപല്ലവിയിലെ ഒരു ചെറിയ പ്രശ്നം, ഉച്ചാരണത്തിൻ്റെ പ്രശ്നമാണ് ഞാൻ കാണുന്നത്. എനിക്ക് നീലാകാശ താമരയിലയിൽ നക്ഷത്ര, അതായത് നക്ഷത്താന്ന കേൾക്കണേ, അതൊന്ന് പാടാമോ? നീലാകാശ താമരയിലയിൽ അങ്ങനെ അതല്ലേ നക്ഷത്ര എന്നാ കേട്ടത്. സുശീലാമ്മ അങ്ങനെ ഒരിക്കലും പാടില്ല. നല്ല ഡിക്ഷൻ പെർഫെക്ഷനുള്ള. അവർ തെലുങ്കാണ്, എന്നാലും അവർ പാടിയിട്ടുണ്ട്. ഒരു സ്ഥലത്ത് എനിക്ക് ഇഷ്ടപ്പെട്ടത് ഗംഭീരമായിട്ട് അങ്ങോട്ട് പാടി അനുപല്ലവിയുടെയും ചരണത്തിൻ്റെ എൻഡില് വന്നു കണ്ടു കീഴടക്കി. അതൊന്ന് പാടിയാൻ ആ സ്ഥലം. വന്നു വന്നു കണ്ടു കീഴടക്കി ആഹാ എന്നെ കിളി പുഷ്പമാക്കി. ആഹാ ഇപ്പൊ കറക്റ്റ്. പുഷ്പമാക്കി. ആ 2 പുഷ്പം. ഞാൻ വിചാരിച്ചു ഗ്രീഷ്മയ്ക്ക് ഇനി പുഷ്പം ഇഷ്ടമല്ലാത്തോണ്ടാണോ എന്തോ ആക്കുന്ന പോലെ. പുഷ്പമാക്കിയത് എനിക്കിഷ്ടായില്ല എന്ന് പറയുന്ന പോലെ ഒരു ഗ്ലൈഡ്. അതൊക്കെ ഉള്ള കുഴപ്പങ്ങള്. സിത്താറുണ്ടോ ഇവിടെ? ഇല്ല സിത്താറില്ല. ലീഡ് ഗിറ്റാറിസ്റ്റ് ഉണ്ട്. ലീഡ് ഗിറ്റാറിസ്റ്റ് മതിയല്ലോ. എന്താ രസം എന്നറിയോ, എന്തൊരു സുഖമായിരുന്നു എന്നറിയോ. എനിക്ക് തോന്നുന്നത് സിത്താറിലൊക്കെ പണ്ടത്തെ റെക്കോർഡിങ്ങിൽ പല നോയ്സും കാര്യങ്ങളൊക്കെ കയറും. ഇത് നോയ്സൊന്നും ഇല്ലാണ്ട് വൃത്തിയായിട്ട് ഇപ്പൊ കേട്ട പോലെയുണ്ട്.
ബിറ്റിന് പെർഫെക്റ്റ് ഫീല്. എല്ലാവരും എവരി വൺ. അതിപ്പം ഇനിയിപ്പോ പറഞ്ഞ എല്ലാ പാട്ടിനും ഇത് പറഞ്ഞ് ഞങ്ങൾ സമയം കളയുന്നില്ല. മൊത്തത്തിൽ നിങ്ങൾ ഉഗ്രനാണ്. ഓൾ ദ ബെസ്റ്റ് മോർണിംഗ്. ഗ്രീഷ്മക്കുട്ടി എന്താ പറയണേ, എനിക്ക് ഒന്ന് ഗ്രീഷ്മയുടെ ഒരു ബുദ്ധിപരമായിട്ടുള്ള ഒരു സെലക്ഷനാണ്. ഗ്രീഷ്മയ്ക്ക് എന്ത് അറേഞ്ച് ഉണ്ട് അതിന് കറക്റ്റ് ആയിട്ട് സെലക്ട് ചെയ്തു പാട്ട്. പല്ലവിയും ചരണവും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. സൂപ്പറായിട്ട് പാടി. അനുപല്ലവിയിലാണ് മേലെ താരസ്ഥായി എടുക്കുമ്പോഴത്തേക്ക് അവിടെ ഒന്ന് എത്താനായിട്ടൊന്ന് ബുദ്ധിമുട്ടി പക്ഷെ അത് ചരണത്തിൽ അഡ്ജസ്റ്റ് ചെയ്തു. സാരമില്ല, പാടി വന്നപ്പോ അതങ്ങനെയായി, കുഴപ്പമില്ല. പിന്നെ ഈ പുഷ്പമാക്കിയുടെ കാര്യം അതാണ് മെയിനായിട്ട് എഴുതി വെച്ചിരിക്കുന്നത്. ബാക്കി എനിക്ക് പല്ലവിയും ചരണവും ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ഗോഡ് ബ്ലെസ് യു. ഗ്രീഷ്മ അടിപൊളിയായിരുന്നു. വന്ന് ഫസ്റ്റ് എന്താ ലൈൻ പാടിയപ്പോ തന്നെ ഭയങ്കരമായിട്ട് ഇംപ്രസ്ഡ് ആയി. സാറും ഇംപ്രസ്ഡ് ആയി, നമ്മളെല്ലാം. കാരണം ഇങ്ങനെ ക്ലിയർ ആയിട്ടാണ് വന്നത്. വെരി നൈസ്. അതെ കറക്റ്റ് ആ വിന്റേജ് വൈബിന് പറ്റിയ. നേരത്തെ ഏതാ വിദ്യാധന മാസ്റ്റർ പാട്ടല്ലേ പാടിയ ലാസ്റ്റ്? പക്ഷെ ഐ ലൈക്ക് യുവർ ചോയ്സ് ഇന്ന്. കറക്റ്റ് അത് ഗ്രീഷ്മയുടെ ഒച്ചയ്ക്ക് പറ്റിയ പോലെ ഒരു ബ്രെത്ത് ഫ്രഷ് എയർ ആയിരുന്നു. ബാക്കിയുള്ള ഇതൊക്കെ അവര് പറഞ്ഞല്ലോ, നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് പാട്ട് സെലക്ട് ചെയ്യുന്നത് എന്റെ 2 ഗ്രൂമേഴ്സ് ആണ്. ഈ ലിസ്റ്റ് കൊടുത്തപ്പോ തന്നെ രാധി ചേച്ചി മുഫിദ മാമും അവരാണ് പറഞ്ഞത് ഗ്രീഷ്മയുടെ വോയിസിന് ഏറ്റവും അവർക്ക് കൂടെ ഒരു കൈ. അപ്പൊ അടിപൊളി സെലക്ഷൻ. ഇനി നമുക്ക് മാർക്സിലേക്ക് കടക്കാം അല്ലേ? മെന്റേഴ്സ് എത്ര മാർക്കാണ് ഗ്രീഷ്മയ്ക്ക് നൽകുന്നതെന്ന് നമ്മൾക്കറിയില്ല, ജഡ്ജസിനെ അറിയിക്കാം. അതിനുശേഷം ജഡ്ജസിന്റെ മാർക്കും കൂടെ അറിഞ്ഞിട്ട് ടോട്ടൽ ഈ റൗണ്ടിൽ എത്രയാണ് കിട്ടുന്നതെന്ന് നമുക്ക് നോക്കാം. നിങ്ങൾ അവരുടെ കൂടെയാണല്ലേ? മെന്റേഴ്സ് മാർക്ക് വാരി എറിയുന്നുണ്ടെന്നാണോ അർത്ഥം? ഞങ്ങൾ പുറത്തു പറയില്ല കേട്ടോ. അപ്പൊ ഗ്രീഷ്മയുടെ മാർക്ക് 93 ഔട്ട് ഓഫ് 100. നല്ല സ്കോറാണ്. അങ്ങനെ നമ്മുടെ 2 റൗണ്ടുകൾ കഴിഞ്ഞിരിക്കുകയാണ്. ആദ്യത്തെ റൗണ്ടിൽ എത്രയായിരുന്നു മാർക്ക്? 91. ഈ റൗണ്ടിൽ 93. നമ്മുടെ കണ്ടസ്റ്റൻസ് എല്ലാവരും കഴിഞ്ഞ റൗണ്ടിനേക്കാളും കൂടുതൽ മാർക്ക് വാങ്ങുന്നുണ്ട്. അതെ, അതിന്റെ അർത്ഥം നിങ്ങൾ പറയുന്നതൊക്കെ അവരെടുത്ത് അത് പ്രാക്ടീസ് ചെയ്ത് അത്ര വൃത്തിയായിട്ട് പ്രാക്ടീസ് ചെയ്തിട്ടാണ് വരുന്നത്. അതിന് നല്ലൊരു കൈയടി. എല്ലാവർക്കും ഇമ്പ്രൂവ്മെന്റ്. നമ്മുടെ മ്യൂസിക് ലൈഫിന്റെ ആദ്യ ഘട്ടമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോ ഫസ്റ്റ് ഘട്ടത്തിൽ തന്നെ ഇങ്ങനെ പുരോഗമനം. പിന്നെ റൗണ്ടുകളൊക്കെ എന്തായിരിക്കും? ഓൾ ദി ബെസ്റ്റ്. ഓക്കേ, താങ്ക് യു. മ്യൂസിക്കൽ വൈഫിൽ നമ്മുടെ മത്സരം തകൃതിയായി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ എത്രയും പെട്ടെന്ന് അടുത്ത റൗണ്ടിലോട്ട് കടക്കുവാണ്. വിന്റേജ് വൈബാണ് ഇനി നടക്കാൻ പോകുന്ന റൗണ്ട്. ഈ റൗണ്ടിൽ പെർഫോം ചെയ്യാൻ വരുന്നു ഐഷ ഇസ്മായിൽ. കിളിയേ കിളിയേ
കിളിയെ കിളിയേ മണിമണി മേഘത്തോപ്പിൽ ഒരു മലർന്നുള്ളാൻ പോകും അഴകിന്നഴകേ. ഗുഡ് ഗുഡ് ഗുഡ്. ഐഷ ഹായ്. ഹായ് സൈഡിലൊരു പൂവൊക്കെ ഉണ്ടല്ലോ. പൂവുണ്ട്. വിന്റേജ് അല്ലേ? വിന്റേജ് വൈബിന് വേണ്ടി വെച്ചേക്കുന്നല്ലേ. ശരി, നമുക്ക് വൈബായോ എന്ന് ജഡ്ജസിന്റെ അടുത്ത് ചോദിക്കാം. ഓക്കെ ചോദിക്കാം. ഔസേപ്പച്ചൻ സർ, സോറി, ഒന്ന് ബിന്ദു മാറ്റി ചേച്ചി. ബിന്ദു ചേച്ചി ഹായ്, അപ്പൊ തന്നെ മാറ്റി തരാം. ഹൗ ആർ യു? ഐ ആം ഫൈൻ. താങ്ക് യു. നമ്മുടെ വഴിക്ക് വന്നോണ്ടിരിക്കുക. എനിക്ക് അതിനു മുമ്പ് എനിക്ക് രാജേഷേ ആ ഫ്ലൂട്ടിന് ലാസ്റ്റ് അത് മാത്രം ഒന്ന് വായിച്ചു തരാമോ? സാഗര സംഗമം ചെലങ്കോലി ഈ ഒരു ഇത് യൂസ് ചെയ്തിട്ടുണ്ട്, ഒന്ന് വായിക്കുക. ഈ ഒരു പല പ്രാവശ്യം അതിനകത്ത് സാഗര സംഗമം ചെലങ്കോലിയിൽ യൂസ് ചെയ്തിട്ടുണ്ട്. സൂപ്പർ ആയിരുന്നു കേട്ടോ എല്ലാവരും. കറക്റ്റ്. നമ്മൾ ആ ഓർക്കസ്ട്രയുടെ സൈഡ് പോയത് കൊണ്ട് നമ്മള് സാധാരണ ആരെയും ഇദ്ദേഹത്തെ കുറിച്ച് ആരും പറയില്ല. ആ ഒരു സെക്ഷൻ അതെ, അത് ആരും കേക്കില്ല. അത് ലോറി കെടുക്കുന്ന ഒരു സാധനമാണ് ബേസ് ബേസ് ഗിറ്റാർ. ഗിറ്റാർ. സെക്കൻഡ് BGM. ടുവേർഡ്സ് എൻഡ് പോർഷൻ അല്ലേ, ജസ്റ്റ് ഒന്ന് വായിക്കും. അത് ആ ഒരു ബിറ്റ് മാത്രമൊന്നുമല്ല, ത്രൂ ഔട്ട് യു ആർ ഗിവിംഗ്. ഭയങ്കര എഫക്റ്റ് ആയിരുന്നു അത്, ഭയങ്കര രസമായിരുന്നു. അങ്ങോട്ട് പോയിക്കോളൂ. ആഹാ ആ ആഹാ ഇത് വായിക്കുന്നത് അദ്ദേഹത്തിന്റെ ഇളയരാജ സാറിന്റെ എല്ലാ പാട്ടുകൾക്കും ബേസ് ഗിറ്റാർ നൊറ്റേറ്റഡ് ആണ് പെർഫെക്റ്റ് ആയിട്ട്. അദ്ദേഹത്തിന്റെ മിസ്സിസിന്റെ ആംഗ്ല ശശി ആണ് വായിക്കുന്നത്. അറിയാലോ അല്ലെ ശശി എന്ന് പറഞ്ഞിട്ട്. എല്ലാം നൊട്ടേറ്റഡാ. സാധാരണ ബേസ് ഗിറ്റാറിസ്റ്റ് അവരവരുടെ ഇംപ്രവൈസേഷൻ ആണ്, കോഡ് എഴുതിയെടുത്തിട്ട് വായിക്കും. ഇത് കംപ്ലീറ്റ് നൊട്ടേഷൻ. ഒരു നോട്ട് പോലും വേറെ വായിക്കാൻ പറ്റില്ല. അതൊരു നോട്ട് തെറ്റി വായിച്ചാൽ അപ്പൊ പറയും ആ നോട്ട് തെറ്റിന്ന്. മനസ്സിലായോ? സാധാരണ ബേസ് ഗിറ്റാറിന് ഇങ്ങനത്തെ ഒരു പണി കിട്ടാറില്ല. അദ്ദേഹത്തിന്റെ അവിടെ പോയാൽ കിട്ടും. നോട്ട്സ് തന്നെ വായിക്കണം, എഴുതി കൊടുക്കും ബേസ് ലൈൻ. അത് അദ്ദേഹം ക്ലാസിക്കൽ മ്യൂസിക് നന്നായിട്ട് ഹാർമോണിയൊക്കെ പഠിച്ചതുകൊണ്ട് ബേസ് ലൈൻ എഴുതുന്നതാണ് ഏറ്റവും ക്വാളിറ്റി ഒരു കമ്പോസിഷൻ. ഫസ്റ്റ് പാർട്ട് സെക്കൻഡ് പാർട്ടൊക്കെ നമുക്ക് അതിന്റെ മേലെ എന്ത് വേണമെങ്കിൽ ചെയ്യാം, പക്ഷെ ബേസ് ലൈൻ സ്ട്രോങ് ആവണം. അതായിരുന്നു അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത, അദ്ദേഹത്തിന്റെ കമ്പോസിങ്. അപ്പൊ അതിവിടെ വീണ്ടും ശശി വായിച്ച പോലെ തന്നെ എനിക്ക് തോന്നി. ഐഷ നന്നായിരുന്നു പാടിയത് കേട്ടോ. താങ്ക് യു ചേച്ചി. എനിക്ക് തോന്നിയത് എന്തെന്ന് വെച്ചാല് മേലെ ഉള്ള പോർഷൻ എല്ലാം കുറച്ച് ശ്രുതി ചേർന്നില്ല അങ്ങോട്ട്. ഓക്കെ ഓക്കെ. ചരണം നന്നായിരുന്നു. അതുപോലെ അല്ല ആ പോർഷൻ മാത്രം ഒന്ന് പാടാമോ? ലല്ലല്ല ലല ലല്ലല്ല ലല ലാ 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 ആ ലാ 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 ലാ. അത് ലാ. ഈ രണ്ട് പോർഷനും പാടിയപ്പം അത്രയും അങ്ങ് ചേർന്നില്ല. ഇതുപോലെ മേൽ പോർഷനാണ്. ബാക്കി കുറേയേറെ ഭാഗങ്ങൾ വളരെ നന്നായിട്ട് പാടി കേട്ടോ. അപ്പൊ അടുത്ത തവണ അത് നോക്കിക്കോളൂ കേട്ടോ. ഗോഡ് ബ്ലെസ് യു. മൊത്തത്തില് ഇപ്പൊ ഈ പറഞ്ഞ ഒരു സംഭവം തന്നെയാണ് കേട്ടോ പിച്ചിന്റെ ഒരു പ്രോബ്ലം. പിന്നെ ഞങ്ങൾ തന്നെ സജസ്റ്റ് ചെയ്ത ഒരു കാര്യമാണ്, നമുക്ക് ഹൈ കിട്ടണില്ലെങ്കിൽ ലോ ആക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ആണ് ഒറിജിനൽ ഇപ്പൊ പാടിയിരിക്കുന്നത് ഒറിജിനലാണോ? അപ്പൊ യുവർ വോയിസ് ഹസ് ഗോട്ട് ഒരു, നമ്മളിപ്പോ വയലിനിലൊക്കെ പറയില്ലേ, അത് റേഞ്ചിൽ വിയോള വായിച്ച അതിന് വേറൊരു തിക്നെസ് കിട്ടും. അങ്ങനെ ഒരു നല്ല തിക്കായിട്ടുള്ള ഒരു വോയിസ് ആണ്. ബ്യൂട്ടിഫുൾ വോയിസ് ആണ്. കിളിയെ കിളിയെ പാടുന്നതില്ലേ ആ സംഗതി, അത് കിളിയെ കിളിയെ അതെന്തോ സംഭവിക്കുന്നുണ്ടല്ലോ ആ ഒരു സംഗതി ചില സമയത്ത് വരുന്നുണ്ട്. അതെന്താ പാടാൻ ഉദ്ദേശിച്ചത്, എന്താണ് ശരിക്കും? കിളിയെ കിളിയേ കിളിയെ കിളിയേ. അത്രയില്ലമ്മ, അത്രയില്ല. അത്രയില്ല. എത്രയുണ്ടാവും?
അതിന്റെ നീളം എത്രയുണ്ടെന്ന് രാധിക ആരെങ്കിലും ഒന്ന് പാടിത്തരൂ. അയ്യോ അവര് പാടി തന്നിട്ടുണ്ട് കേട്ടോ. അല്ലല്ല കേൾക്കാം. അതെ, അത് മണ്ടിയിൽ വെച്ചേക്കല്ലേ, കേൾക്കട്ടെ. അത്രേ ഉള്ളൂ. കിളിയേ കിളിയേ എനിക്ക് ഇത് 2-3 സീസൺ കഴിയുമ്പോ ജയിൻ ഇവിടെ വന്നിരിക്കും. പ്രമദവനം പാടുന്നു സീസണിന്റെ ഫിനാലേക്ക്. ഒരു വിധി പ്രേക്ഷകർക്ക് കിട്ടാനില്ല. ആയിഷ, നമുക്ക് കാര്യത്തിലേക്ക് വരാം. ആ കിളിയെ കിളിയെ എന്നുള്ളത് ഇത് രാജാ സാറിന്റെ ഒരു സ്പെഷ്യൽ സാധനങ്ങളാണ്. ഇങ്ങനത്തെ സംഗതികൾ എല്ലാ പാട്ടിലും ഉണ്ടാവും. അപ്പൊ അത് പെർഫെക്റ്റ് ആയിട്ട് വന്നില്ലെങ്കിൽ അദ്ദേഹം ഈ പാട്ടുകാരെ പിടിക്കുന്നത് ഞങ്ങൾ കണ്ടിട്ടുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്. അത് മാത്രം ഒന്ന് ശ്രദ്ധിക്കുക, നോട്ട് ഒന്ന് ചെക്ക് ചെയ്താൽ മതി കേട്ടോ. ചരണം പാടിയപ്പോൾ നല്ല ഫീലിലേക്ക് അങ്ങോട്ട് വന്നു. ആ ടെൻഷൻ അങ്ങനെ മാറിയില്ലേ? അതപ്പം പാട്ടിലപ്പം അറിയുന്നുണ്ട്, ഞങ്ങൾക്ക് അത് മനസ്സിലാവുന്നുണ്ട്. നമുക്ക് ഒളിപ്പിച്ചു വയ്ക്കാൻ പറ്റില്ലേ, നമ്മുടെ ടെൻഷൻ നമ്മുടെ പാട്ടിലൂടെ വരും. പിന്നെ ഞാൻ വിചാരിച്ചേ എന്തായാലും പോയല്ലോ, അതിനപ്പുറം പോന്ന വഴിക്ക് അതായത് മിസ്സായി. എന്നാ പിന്നെ ധൈര്യമായിട്ട് പാടാലോ, എന്തായാലും മിസ്സായി. ആ ഒരു കോൺഫിഡൻസ്, ഇത് മിസ്സാകും എന്നാലും ഞാനിത് പാടും, ഞാൻ ആ പാട്ട് പാടുക, അതാണേ പോട്ടെ എന്ന് പറഞ്ഞ് തുടക്കം മുതലേ പാടിയാൽ ഈ രണ്ടാമത്തെ ചരണം കിട്ടുന്ന ഫീൽ ഫുൾ പാട്ട് നമുക്ക് കിട്ടും. ആ ഒരു കോൺഫിഡൻസ് ഉണ്ടാവണം, ടെൻഷൻ വേണ്ട. ബാക്കി ഓക്കെ, യു ഹാവ് സങ് ഇറ്റ് നൈസ്ലി. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഹായ് ആയിഷ. കിളിയെ കിളിയെ, വാട്ട് എ ലവ്ലി പ്ലെസന്റ് സോങ്. അതെ, യു ട്രൈഡ് യുവർ ബെസ്റ്റ്. ചില പിച്ചിങ് ഇതുണ്ടായിരുന്നു. ടെൻഷൻ ഇല്ലാണ്ട് പാടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിച്ചിങ് പോവില്ല എന്നുള്ളത് പാട്ടിന്റെ പകുതി തുടങ്ങി നമുക്ക് മനസ്സിലായതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി, അല്ലെങ്കിൽ യു ആർ ഓൺ ദ റൈറ്റ് പാത്ത് കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. ഇനി നമുക്ക് മാർക്സിലേക്ക് കടക്കാം. മെന്റേഴ്സിന്റെ സ്കോർ എത്രയാണെന്നുള്ളത് ജഡ്ജസിനെ അറിയിച്ചിരിക്കുകയാണ്. ഇനി ജഡ്ജസും കൂടെ ഫസ്റ്റ് റൗണ്ടിൽ എത്രയായിരുന്നു മാർക്സ്? ഫസ്റ്റ് റൗണ്ടില് 90. 90. ഓക്കെ. നൂറിന്ന് 10 കുറച്ച് എത്രയോ? 90. 90 മാർക്ക്. കൺസിസ്റ്റൻസി. അതെ. ഓ, ഞാനിവിടെ എഴുതി വെച്ചത് തന്നെ കൺസിസ്റ്റൻസ്. എല്ലാവരും കൺസിസ്റ്റന്റ് ആണ്. കൺസിസ്റ്റന്റ് ആണ്. അതെ, ആരും താഴത്തോട്ട് പോകുന്നില്ലല്ലോ. അതന്നെ, ഒന്നെങ്കിൽ മുകളിൽ. അപ്പൊ ഇനി എല്ലാവരും ഒന്നും മിസ് ആവാതിരിക്കാൻ നോക്കുക, കാരണം നിങ്ങൾ മിസ്സസ് അല്ലേ. എന്റെ ദൈവമേ. ആയിഷ, ഓക്കെ, നമ്മുടെ ആദ്യഘട്ടത്തിലെ 2 റൗണ്ടുകൾ അവസാനിച്ചിരിക്കുന്നു. 2 റൗണ്ടിലും 90 വീതമാണ് മാർക്ക് കിട്ടിയിട്ടുള്ളത്. എനിക്ക് ഒരു കാര്യം കാണിക്കാനുണ്ടായിരുന്നേ. ആ, അതായത് ഓർമ്മക്ക് എന്നുള്ള രീതിയില് മോന്റെ കാര്യമൊക്കെ കഴിഞ്ഞ എപ്പിസോഡുകളായിട്ട് പറഞ്ഞല്ലോ. എന്റെ അടുത്ത് ഇപ്പോഴും അവന്റെ കാര്യങ്ങൾ ഇപ്പോഴും ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടാ ഉള്ളത്, യൂണിഫോമും കാര്യങ്ങളും. അപ്പൊ അവനെ ഞാൻ ലാസ്റ്റ് എന്റെ കൂടെ ഉണ്ടാകുന്ന സമയത്ത് യൂണിഫോമും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടായിരുന്നു ഉണ്ടായിരുന്നേ. പിന്നെ എനിക്ക് കിട്ടിയിട്ടില്ല. അപ്പം അവൻ അത് യൂസ് ചെയ്തില്ല ഈ യൂണിഫോം. അപ്പൊ ഞാനത് കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ എല്ലാ സാധനങ്ങളും ഞാൻ ഇപ്പോഴും എടുത്തു വെച്ച് അവന് ഇത്രയും നാൾ, അതായത് അന്ന സമയത്ത് എൻ്റെ കൂടെ ഉണ്ടായിരുന്നുള്ള എല്ലാ ഡ്രസ്സും അലക്കി മടക്കി വെച്ച്, പിന്നെ അവന് കിട്ടിയ ട്രോഫി സർട്ടിഫിക്കറ്റും കാര്യങ്ങളെല്ലാം വെച്ചിട്ടുണ്ട്. പക്ഷെ അവന് കാണിക്കണം വേണ്ടിയിട്ടാണ് ഞാൻ എൻ്റെ 2 ഡ്രസ്സ് കൊണ്ടുവന്നിട്ടുണ്ട്. കാണിക്കാം, വരൂ, സ്റ്റേജിലേക്ക് വരൂ. നീ കാണുന്നുണ്ടാവുന്ന എനിക്കറിയാം. ഇതാണ്ടാ ഇപ്പോഴും ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അതേപോലെ ഇതും കൊറേ ഉണ്ട്, ഇപ്പോഴും ഉണ്ട്. ഇപ്പൊ ആ മോന് 14 വയസ്സുണ്ട് എന്ന് ആലോചിക്കണം കേട്ടോ. അതാണ് അമ്മമാർക്ക് അത് മനസ്സിലാവും. അതെ, ചിലപ്പം അല്ലാത്ത ആൾക്കാർക്ക് ഓ ഇതൊക്കെ ഷോ എന്ന് വിചാരിക്കരുത്. ഇപ്പൊ എന്റെ മോളതാണെങ്കിൽ പോലില്ലേ, ഞാന് ഓള ആ സമയം വരെയും, അതായത് ഓള് ചെറുപ്പത്തില്
പ്രസവിച്ചത് തൊട്ടുള്ള എല്ലാ സാധനങ്ങളും ഇപ്പോഴും അത് ഞാൻ അവളത് ഇതേപോലെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. എല്ലാം എൻ്റെ കയ്യിലും അവൻ്റെത് എന്തെല്ലാം ഉണ്ടോ അതെല്ലാം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഇത് രണ്ടാളതും അതേപോലെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഇവിടെ അതൊന്നുമല്ല, എനിക്ക് ഒരമ്മ അവന് വേണ്ടി കരുതിയിരുന്ന കൊച്ചു പ്രായത്തിലുള്ള അവൻ്റെ കുപ്പായം ഫ്ലവേഴ്സിന്റെ ഈ ചാനലിലൂടെ അവന് കാണിച്ചു കൊടുക്കുന്നൊരു കാഴ്ചയാണ് ഞാൻ കണ്ടത്. അതെ, എത്ര പേർക്ക് അത് പറ്റും? അപൂർവങ്ങളിൽ അപൂർവമായിട്ടാണ് അല്ലേ തൊട്ടു മുമ്പിൽ നിന്ന് കാണിച്ചു കൊടുത്ത് ഇടിപ്പിക്കാൻ പറ്റാത്ത. അതെ, ഞാൻ കരയൂല കേട്ടോ മോനെ, ഞാൻ എന്നെ ഹാപ്പി ആയിട്ട് ഇരിക്കും. നിന്റെ ഓർമ്മയിൽ തന്നെ ഞാൻ എപ്പോഴും കരയിലാന്ന്. ഞാൻ കരഞ്ഞിട്ട് എന്റെ പാട്ടൊന്നും ഇതാക്കൂല, മണ്ടയൊന്നും മാറ്റൂല. എപ്പോഴാണെങ്കിലും ഗ്രൂമേഴ്സ് പറയുന്ന കാര്യം അതാണ്, നീ ഈ ചിന്ത കാരണമാണ് നിന്റെ ഈ പാട്ടിൽ ഇങ്ങനെ പോകുന്നത്. അത് മാറ്റിയിട്ട് മുമ്പോട്ടേക്ക് പോയി കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഇതാക്കാൻ പറ്റും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാനെന്നെ കരയൂല, നല്ല ഇല്ല. എല്ലാ ആഗ്രഹങ്ങളും ഉടനെ നടക്കട്ടെ. അതെ, തീർച്ചയായിട്ടും. അവൻ ഈ വേദിയിൽ തന്നെ അമ്മയെ കാണാൻ എത്തും. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. നെക്സ്റ്റ് ഇമോട്ടീവ് റൗണ്ടിൽ പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് എത്തുന്നു അർച്ചന ശ്യാം.
ഞങ്ങളെല്ലാവരും ഇമോഷണൽ ആക്കി കളഞ്ഞു. അതെ, ഇങ്ങനെയൊന്നും ഇമോഷണലായിട്ട് പാട്ട് വൃത്തിയായിട്ട് പാടാൻ പറ്റൂല കേട്ടാ. സാധാരണ പറ്റില്ല. ഇമോഷൻ ഒരു പരിധി വരെ നിർത്തിയിട്ട് നമ്മൾ പാടണം, അപ്പോഴേ പാട്ട് പെർഫെക്റ്റ്. പക്ഷെ ഇതല്ല, ഫുൾ വോൾട്ടേജ് ഇമോഷൻ വിത്ത് ഫുൾ പവർഫുൾ പെർഫെക്റ്റ് സിംഗിങ്. അത് ഇടയ്ക്ക് അറിയായിരുന്നു. ആ പേടിയുടെ ഇടയ്ക്കൊരു ബ്രീത്തിന്റെ ആ ഒരു ഇത്, അത് കറക്റ്റ് ആ മൈക്കൊന്ന് ഇങ്ങനെയൊന്നും മാറ്റി എടുത്തല്ലേ സാറേ? അങ്ങനെയൊക്കെ അതും കൂടെ ഒന്ന് പഠിച്ച എന്തായിരുന്നു പാടിയത്? ഞങ്ങൾ വളരെയധികം ആസ്വദിച്ചു. അർച്ചന, ആദ്യമായിട്ടാണ് ഞാൻ പാട്ട് കേട്ടിട്ട് ഈ ഒരു ഷോയിൽ, അല്ലെങ്കിൽ എല്ലാ പാട്ടും കേൾക്കുമ്പോൾ കരയണ ആളെ. കുറച്ച് മെച്ചോർഡായിട്ടുണ്ടാവുമായിരിക്കും, പക്ഷെ ഇന്ന് എനിക്ക് ഗൂസ് ബംസും കരച്ചിലും എല്ലാം കൂടെ ഒന്നിച്ച് വന്നിട്ട് ഭയങ്കരമായിട്ട് നെഞ്ചിൻ്റെ ഇവിടെ ഒരു ഭാരം പോലെ. എനിക്കറിയാം എന്താണ് നമുക്ക് പറ്റാത്തതെന്നുള്ള കാര്യങ്ങൾ. ഇവിടെ അതെല്ലാം 4 എണ്ണം വീതം ഉണ്ടായിട്ട് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ് അർച്ചന ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്യുന്നത്. പാട്ടും അത് എന്തോ അർച്ചനയ്ക്ക് ഭയങ്കര ഒരു ഉള്ളിൽ ഭയങ്കരമായിട്ട് അത് അറിഞ്ഞു പാടുന്ന പോലെ. എന്തായിരുന്നു ഈ പാട്ട് എടുക്കാനുള്ള കാരണം? ഒരുപാട് റീസൺ ഉണ്ട്. ദ മെയിൻ തിങ്, എനിക്ക് ഒരു 10 വർഷം മുന്നേ ഞാൻ ഈ ഒരു സമയത്ത് മെഡിക്കൽ കോളേജിൽ നിന്ന് ഡിസ്ചാർജ് ആകുന്ന ദിവസമാണ്. അവിടെ ഈ ഒരു മൂവിയായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നത് മാം, ശോഭന മാം മരുന്ന് കഴിക്കുമ്പോൾ അത് ബോഡിയിൽ ഏക്കാതെ വരുന്നൊരു സമയമുണ്ടല്ലോ. ഞാൻ ഈ ഒരു റീസൺ വീണ്ടും ആവർത്തിച്ച് പറയണമെന്ന് വിചാരിച്ചതല്ല ചെവിയുടെ ഒരു കാര്യം. പക്ഷെ എന്നാലും ഹോസ്പിറ്റലിലായിരുന്ന സമയത്ത് മരുന്ന് ചെയ്തുകൊണ്ടിരുന്നപ്പം ഞാൻ ഓരോ ട്രിപ്പ് കയറുമ്പോഴും ഞാനിങ്ങനെ ആഗ്രഹിക്കുക, ഇനി കേൾക്കാൻ പറ്റുമായിരിക്കും, ഈ ഡോസ് കയറുമ്പോൾ എനിക്കിപ്പോൾ കേൾക്കാൻ പറ്റുമായിരിക്കും. പക്ഷേ ഒരാഴ്ച കിടന്നു വന്നിട്ടും ഡോക്ടേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി, ഇത് രക്ഷയില്ലെന്ന് തോന്നുന്നു, അവരെ വിട്ടേക്കാന്ന് പറഞ്ഞു. അപ്പം ഇതെനിക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ ജീവിതത്തിൽ ഒറ്റപ്പെട്ട ഒരു സമയമായിരുന്നു എനിക്ക്. എൻ്റെ ഒരു ഇമോഷൻ എനിക്ക് പെട്ടെന്ന് കേൾക്കാൻ പറ്റാതായതല്ലേ. അപ്പം ആരോടാ ഇതൊന്ന് തുറന്ന് പറയണ്ടേ? ഞാൻ ആദ്യം വിളിച്ചു പറഞ്ഞൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. അപ്പം ആളെ എന്നോട് പറഞ്ഞു, നീ പൊട്ടിയായല്ലേ. അപ്പൊ അതെന്നെ വല്ലാണ്ട് തളർത്തി. ഞാനൊരു മോട്ടിവേഷൻ കേൾക്കാൻ വേണ്ടി വിളിച്ചതാ. പക്ഷെങ്കിൽ ആളിങ്ങോട്ട് ഇങ്ങനെ പറഞ്ഞപ്പോ പിന്നെ എനിക്ക് മനസ്സിലായി എന്റെ ഇമോഷൻ ആരും മനസ്സിലാക്കാൻ പോകുന്നില്ല. ആ സമയത്ത് പറയുന്നതുകൊണ്ട് വിഷമം തോന്നല്ല. അച്ഛനും അമ്മയും കുറച്ച് അകന്ന് നിൽക്കുന്ന ഒരു സമയമായിരുന്നു. അപ്പം അവർക്കും എന്നെ മനസ്സിലാക്കാൻ ആ ഒരു സമയത്ത് പറ്റിയില്ല. അവർക്ക് എനിക്കൊന്ന് തുറന്ന് സംസാരിക്കാൻ ഒരാളെ ആയിരുന്നു. ഇപ്പോഴും ഞാൻ എൻ്റെ ഒരു ബുദ്ധിമുട്ട് ആരെയും അറിയിക്കുന്നില്ല. പക്ഷെ ഈ ഒരു ഫ്ലോറിൽ വരുമ്പോൾ കേൾക്കാൻ പറ്റുന്നില്ല എന്നുള്ളത് അങ്ങനെ പറഞ്ഞല്ലേ പറ്റുള്ളൂ. അതുകൊണ്ട് മാത്രം പറഞ്ഞു. എൻ്റെ ഫ്രണ്ട്സിന് പോലും കുറേ പേർക്കും അറിയില്ല എനിക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുള്ള കാര്യം. അപ്പം ആ സമയത്ത് തന്നെ ഒന്ന് അച്ഛനായാലും അല്ല അമ്മയായാലും ഒന്ന് കേട്ടിരുന്നെങ്കിൽ എനിക്ക് കുറേ റിലീഫ് ആയേനെ. ഇപ്പോഴും ഞാൻ എൻ്റെ ബുദ്ധിമുട്ട് ഞാൻ അവരോട് ആരോടും പറയില്ല കേട്ടോ. കാരണം എന്തുകൊണ്ടാന്ന് വെച്ചാൽ അവരെ വിഷമിപ്പിക്കണ്ടല്ലോ എന്ന് ഓർത്തിട്ടാ. ഇപ്പോഴും കുഞ്ഞിനെയൊക്കെ നോക്കിയിട്ട് പ്രാക്ടീസ് ചെയ്യാനൊന്നും സമയം കിട്ടുന്നില്ല. അമ്മയും അടുത്തില്ലാത്തൊരു സമയമാണ്. അമ്മ കഴിഞ്ഞ ഓഡീഷന് വന്നിരുന്നു. അമ്മ വേറൊരു കുഞ്ഞാവിനെ നോക്കാനായിട്ട് ബാംഗ്ലൂർക്ക് പോയി. അപ്പൊ ഞാൻ അമ്മയോട് ചോദിച്ചു, അമ്മ ഒരു കുഞ്ഞുവാവിനെ നോക്കാനായിട്ട് ജോലിക്ക് പോയേക്കാണ് ബാംഗ്ലൂർ. അതെ. അപ്പൊ നമുക്ക് ഒരു വാവയുണ്ട്, 9 മാസമായി. അപ്പൊ എനിക്ക് അവളെ ഒന്ന് കയ്യിൽ മാറി കൊടുത്താലേ പാട്ടൊക്കെ ഒന്ന് നോക്കാൻ പറ്റുള്ളൂ. ഇങ്ങനെ ഒരു പ്രശ്നം കൂടി ഉള്ളപ്പോ എനിക്ക് അത് ഒന്നുകൂടെ ചലഞ്ചിങ് ആണ് പ്രാക്ടീസ് ചെയ്യാതെയും കൂടെ വരുമ്പോ. അപ്പൊ അമ്മയോട് ഞാൻ ചോദിച്ചായിരുന്നു, അമ്മ വരാൻ പറ്റുമോ? അമ്മ വന്നില്ലേ? വന്നില്ല അമ്മ. എനിക്ക് എന്താ അതെന്ന് അറിയത്തില്ല. പിന്നെ എനിക്ക് ബെഗ് ചെയ്യാനൊന്നും തോന്നില്ല. കാരണം എൻ്റെ ഒരു സിറ്റുവേഷൻ ആള് മനസ്സിലാക്കണ്ടല്ലേ. സോ അന്ന് വേണ്ട അമ്മ കുഴപ്പമില്ല എന്ന് ഞാൻ പറഞ്ഞു. അമ്മയെ വിളിച്ചിരുന്നു മോള്? അമ്മയെ വിളിച്ചിരുന്നു, വരാൻ പറ്റിയില്ല.
അമ്മ പറഞ്ഞു വരാൻ പറ്റില്ല, അവിടെ കുഞ്ഞാവിനെ നോക്കുവാ, നീ അടുത്ത തവണ വിളിക്കും. അവിടെ ആരുടെ കുഞ്ഞാവേ? അത് അറിയില്ല, അത് ആരുടെയോ കുഞ്ഞാവേ. ആരുടെയോ അല്ല അത് ജോലിക്ക് പോയി. ജോലി, ജോലിക്ക് പാർട്ട് ഓഫ് പ്രൊഫഷൻ. അതെ. അപ്പൊ ഈ ഒരു സമയത്ത് തന്നെ അങ്ങനെയെങ്കിലും ഒന്ന് ഹെൽപ്പ് ചെയ്തിരുന്നെങ്കിലെന്ന് ഓർത്തു. അപ്പൊ ഒറ്റപ്പെട്ട ഒരു ഫീലിന് ഇപ്പോഴും. പക്ഷെ എനിക്ക് ഒരു കുറവുമില്ലാതെ എന്നെ ഇപ്പൊ വിളിച്ചാൽ ഓടി വരുന്ന അച്ഛയുണ്ട്, എന്റെ ഹസ്ബൻഡും ഉണ്ട് എന്നെ ബാക്ക് ബോൺ ആയിട്ട്. എത്ര ഇതുണ്ടെങ്കിലും ഒരു കുഴപ്പമില്ല, നീ ധൈര്യമായിട്ട് പാട്, നീ ഒരു കുഴപ്പമില്ല. സൗണ്ട് ചേട്ടന്മാർ അന്ന് ഓഡിഷന് പാടിയപ്പം 2 ചെവിയും കേൾക്കുന്ന പോലെ എനിക്ക് കേൾക്കാൻ പറ്റി. ഇന്നും എനിക്ക് അതുപോലെ കേൾക്കാൻ പറ്റി. അതുകൊണ്ട് മാത്രം എനിക്ക് പാടാൻ പറ്റിയത്. ഫ്ലവേഴ്സിലെ എല്ലാവരോടും ഒരുപാട് നന്ദി. എന്നെ ഈ ഒരു ഫ്ലോറിൽ നിർത്തുന്നത് നിങ്ങളെടുത്ത റിസ്ക് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഒരു റിസ്കും അല്ല ഞങ്ങൾക്ക്. അതുകൊണ്ട് അതെന്താ ഇങ്ങനെ വിചാരിക്കുന്നേ? എത്ര ഹാപ്പിയായി ഞങ്ങൾ എല്ലാവരും, ഇത് കേൾക്കാൻ പോകുന്ന പ്രേക്ഷകരും എല്ലാം. എന്തൊരു സ്വീറ്റ് വോയിസ് ആണെന്നറിയാമോ താങ്കൾ സംസാരിക്കുമ്പോഴും? അതെ, എന്തൊരു ആ സ്വീറ്റ്നെസ് സംസാരത്തിലും ഉണ്ട്. സോ ഒരു ബ്ലെസ്ഡ് കുട്ടിയാണ് കുട്ടി. വൺ മോർ തിങ്, ഞാൻ ഈ നിങ്ങൾക്ക് കിട്ടുന്ന ഈ ഒരു വേദി, ഇതിൻ്റെ ഒരു ബ്ലെസ്സിങ്ങില് എല്ലാം കൊണ്ടും ബ്ലെസ്സിങ് തന്നെ. ഇതേ ഈ ചേട്ടന്മാരിരിക്കുന്നില്ലേ, അവന്മാര് എനിക്കറിയാം, ഞാനതൊക്കെ നേരിട്ട് ഒരുപാട് 50 കൊല്ലമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നതാ. ഈ ഓർക്കസ്ട്രേഷൻ ഇതിന് തരുമ്പോൾ കിട്ടുന്ന ആ ഒരു വാംത്ത് ഉണ്ടല്ലോ, ഒറിജിനൽ പാടിയ ആൾക്ക് പോലും കിട്ടിയിട്ടുണ്ടാവില്ല. അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടാണ് അവർ വായിക്കുന്നത്. സാധാരണ ഒന്നും ഓർക്കസ്ട്ര വേദിയിൽ നിന്ന് ഇങ്ങനെ വായിക്കാറില്ല. സോ ബ്യൂട്ടിഫുൾ, പെർഫെക്റ്റ്. രഞ്ജിനി എന്താണ്? ഒന്നുമില്ല, അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് ഒരുപാട് കുട്ടികൾ വന്ന് പാടി ഫീലോടൊക്കെ പാടി. പക്ഷെ ഇതെനിക്ക് എന്തോ അങ്ങനെ ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു. മാത്രമല്ല ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഒറ്റപ്പെട്ട രീതിയിൽ നമുക്ക് എല്ലാവർക്കും ഒരു സമയത്ത് നമ്മൾ ഫീൽ ചെയ്തിട്ടുണ്ട്. ആ നേരത്ത് ആരെങ്കിലും ഉണ്ടാവുന്നു. ഇപ്പൊ ഹസ്ബൻഡ് ഉണ്ടെന്ന് പറയുന്നത് വലിയൊരു അനുഗ്രഹമാണ് അർച്ചന. ഞാൻ പറയട്ടെ, നമ്മളെ എത്രത്തോളം നമ്മൾ വിഷമിക്കുന്നോ അതിനൊക്കെ കറങ്ങി തിരിഞ്ഞ സംഭവം വരും. ഇതാണ് കർമ്മം എന്ന് പറയുന്നത്. നമ്മൾ എന്ത് വിഷമിച്ചാലും നമ്മൾ പ്രാർത്ഥിക്കുന്ന ദൈവമാണെങ്കിലും അത് യൂണിവേഴ്സ് ആണെങ്കിലും അത് കാണുന്ന റെസിപ്രൊക്കേറ്റ് ചെയ്യുന്ന ഒരു എനർജിയാണ്. മനസ്സിലായോ? എത്രത്തോളം നമ്മൾ വിഷമിക്കുന്നു അത്രത്തോളം സന്തോഷം അർച്ചനയുടെ ജീവിതത്തിലേക്ക് വരും. മാത്രമല്ല ഇനി പാടിയിരിക്കുന്നത് ഞാൻ പറഞ്ഞില്ലേ, എല്ലാവർക്കും നന്നാല് കാതും 2-3 കണ്ണും എല്ലാം വെച്ചിട്ട് കാണിക്കാത്ത ഒരു എക്സലൻസ് ആണ് ഈ പാട്ടിൽ കാണിച്ചത്. പിന്നെ എന്തിനു പേടിക്കണം? എനിക്ക് ഭയങ്കര ഇമോഷണലായിട്ട് നിർത്താൻ പറ്റുന്നില്ല. അപ്പോൾ ഇഫ് യു ക്യാൻ ടച്ച് പീപ്പിൾസ് ഹാർട്ട്സ് ലൈക്ക് ദാറ്റ്, അത് ദൈവം കാണും. അതിനുള്ള റിപ്ലൈ അത് ആരുടെ വഴിയാണെങ്കിലും ഉണ്ടാവും. ഇപ്പൊ ഹസ്ബൻഡിന്റെ വഴി, കുറച്ച് കഴിയുമ്പോഴത്തെ കുട്ടിയുടെ വഴിയിൽ ആരെങ്കിലും ഒക്കെ ഉണ്ടാവും. ഒറ്റയ്ക്ക് ആവൂല. ഹസ്ബൻഡിനെ ഒന്ന് വിളിച്ചു. പിന്നെ തീർച്ചയായിട്ടും വെൽക്കം. അല്ല, രണ്ടുപേരും ആരൊക്കെയാണത്? അച്ഛനും ഹസ്ബൻഡും. അതാ എന്താ പറയാനുള്ള? ഇപ്പൊ ജഡ്ജസ് ഒക്കെ എണീറ്റ് നിന്ന് കൈയടിച്ചു. പേരെന്താ? എന്റെ പേര് ശ്യാം. ശ്യാം, യു ആർ എ വെരി ലക്കി ഗൈ. എനിക്കറിയാം, ശരിക്കും ലക്കിയാണ്. കാരണം എന്താ പറയാ, ഇവള് ഇത്രയും നന്നായിട്ട് ഇവിടെ വന്ന് പാടുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. കാരണം നല്ല ടെൻഷനായിരുന്നു. 2 ദിവസമായിട്ട് ആള് എങ്ങനെ പെർഫോം ചെയ്യും എന്നൊക്കെ പറഞ്ഞു ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്നലെ രാത്രിയിലും കൂടി വന്നിട്ട് അത് തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എനിക്കറിയാം എങ്ങനെയെങ്കിലും. താങ്ക് യു. എന്നിലും ടെൻഷൻ ഏട്ടനാണ്, എന്നെ കാണിക്കത്തില്ല. ഞങ്ങൾക്ക് മനസ്സിലായി. സ്നേഹമുള്ളൂട്ടല്ലേ. പിന്നെ മാം ഒരാഗ്രഹം പറഞ്ഞോട്ടെ. ഓഡീഷന് വന്നപ്പം അച്ഛനും അമ്മയും ഒരുമിച്ചുണ്ടായിരുന്നു. ഇവരിപ്പോഴും സെപ്പറേറ്റഡ് ആയിട്ടാണ് ഇരിക്കുന്നത്, ഡിവോഴ്സ്ഡ് അല്ല, സെപ്പറേറ്റഡ് ആണ്. ഇവരുടെ ഇടയിൽ കുറച്ച് ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പം എനിക്ക് ഇവരെ ഒരുമിച്ച് പോകണമെന്നൊരാഗ്രഹമുണ്ട് മുന്നോട്ട്. അമ്മ ഇത് കാണുമ്പം അമ്മക്ക് അങ്ങനെയെങ്കിലും ഒന്ന് തോന്നുമോ ഈ ഫ്ലോറിലേക്ക് ഒന്ന് വരാനും എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യാനും? അമ്മ തീർച്ചയായിട്ടും വരും മോളെ. മാതൃഹൃദയം എന്ന് പറയുന്നത് അത് ഒത്തിരി നമുക്ക് കല്ലാക്കി വെക്കാൻ പറ്റില്ല. ഇപ്പൊ ഇതുവഴി അത് കേട്ട് തീർച്ചയായിട്ടും ഞങ്ങളും അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു, ശ്രമിക്കുന്നു. ഉറപ്പായിട്ട് ഈ ഫ്ലോറിൽ നമുക്ക് കാണാതെ താമസിയാതെ തന്നെ അങ്ങനെ നടക്കാനായിട്ട് പ്രാർത്ഥിക്കാം. അത് നടക്കും. ഈ വേദിയിൽ തന്നെ നമുക്ക് അത് കാണാനുള്ള ഭാഗ്യം ഉണ്ടാവുന്നതാണ്. തീർച്ചയായിട്ടും അർച്ചനയുടെ അമ്മ ഇത് കാണുന്നുണ്ടെങ്കിൽ അർച്ചനയുടെ ഒരു ചെറിയ റിക്വസ്റ്റ് ആണ്, അങ്ങനെയെങ്കിലും അർച്ചനയെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് വലിയൊരു കാര്യമായിരിക്കും. നമുക്ക് എല്ലാവർക്കും ഒരുപാട് സന്തോഷമാവും അല്ലേ?
അങ്ങനെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അച്ഛനോട് ചോദിക്കാം, അച്ഛൻ എന്താണ് പറയാനുള്ളത്? എനിക്ക് പറയാനോ ഒത്തിരി ഉണ്ട്, ഞാൻ കൂടുതൽ പറയുന്നില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെനിക്ക് ക്ലാസ് എടുത്തേക്കുക, അച്ഛൻ കൂടുതൽ വാരി വലിച്ചു പറയുമെന്ന് പറഞ്ഞു. അത് ഇപ്പം നമ്മളത് കേൾക്കേണ്ടത് ആണല്ലോ, അതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. പിന്നെ ഇപ്പം പാടിയ പാട്ട് സത്യം പറഞ്ഞാൽ എനിക്കറിയത്തില്ലായിരുന്നു ഈ പാട്ടാണ് പാടുന്നെന്നുള്ളത്. പാടാൻ തുടങ്ങിയപ്പോൾ ഞാൻ സകല ദൈവത്തിനെ വിളിച്ചു. ഞാൻ വിളിക്കുന്നവരെ പാട്ട് പാടിയാലും അച്ഛയുടെ ഫേസിലേക്ക് നോക്കി അച്ഛൻ ഇങ്ങനെ എപ്പം പാടിയാലും അർച്ചനെ എന്നോട് ചോദിക്കും, അഭിപ്രായം ചോദിച്ചാ ഈ പാട്ട് എങ്ങനെ ഉണ്ട് എന്നുള്ളത്. ഞാൻ നല്ലതാണെങ്കിൽ ഞാൻ നല്ലതെന്ന് പറയും. സകല ദൈവത്തിനെ വിളിക്കുമായിരുന്നു ജഡ്ജസിന്റെ ഭാഗത്തു നിന്ന് ഒരു കനിവ് ഉണ്ടാകണം എന്നുള്ളത്. അത് ദൈവം അനുഗ്രഹിച്ച് അതുണ്ടായി. കൂടുതലൊന്നും പറയാനില്ല. ഞങ്ങളുടെ ഭാഗത്തുനിന്ന് കനിവല്ല, ഒരു കനിവും ഇല്ല. ഞങ്ങളൊക്കെ പാടിയതിന്റെയാണ്. ഞങ്ങളൊക്കെ ഇത്തിരി ക്രൂരമായിട്ടിരിക്കുന്നവരാ. എവിടെ തെറ്റ് കാണുന്നു അത് പറയാൻ. പക്ഷെ ഞങ്ങൾക്കൊന്നും കാണാൻ പറ്റുന്നില്ല. ഒരു കാര്യം കൂടി മനസ്സിലാവുന്നുണ്ടോ? കാരണം എന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചെറിയ ചെറിയ കുറവുകൾ, ഇപ്പൊ ആ ചെവിടിന്റെ കാര്യം ഇതിനോടൊക്കെ പോയി പണി നോക്കാൻ പറയണം. 2 ചെവിട് കേട്ടില്ലെങ്കിൽ ചിലപ്പോൾ പാടാൻ പറ്റിയെന്നിരിക്കും. അത് നമ്മുടെ മനസ്സിലുള്ള നമ്മുടെ കോൺഫിഡൻസ് ആണ്, അതിനോടുള്ള പാഷൻ, ഡെഡിക്കേഷൻ ഇതുണ്ടെങ്കിൽ നമുക്ക് എന്ത് സാധിക്കും. ദാറ്റ്സ് വാട്ട് യു ആർ പ്രൂവിങ്. ഇത്ര കോൺക്രീറ്റ് ആയിട്ട്, ഇത്രയും പെർഫെക്റ്റ് ആയിട്ട്, കൺസിസ്റ്റന്റ് ആയിട്ട് പിച്ചിൽ ഇങ്ങനെ പാടി വരിക. അവിട്ടിപ്പിട്ടിയും ചില നോട്ടുകൾ, സ്പെഷ്യൽ നോട്ടുകൾ ഇത്തിരി കയ്യിൽ നിന്ന് ഇടാനൊക്കെ ചില നോട്ടുകൾ ടച്ച് ചെയ്യാൻ ശ്രമിച്ചു എന്ന് തോന്നുന്നു അല്ലേ? അല്ല, ചിത്രമാൻ പാടിയിട്ടുണ്ടല്ലേ അത്? ആ, പക്ഷെ അത് ട്രൈ ചെയ്തു. ഏതോ 1-2 സ്ഥലത്ത് അത് അവിടേക്ക് അങ്ങോട്ട് എത്തിയില്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ എത്തിയില്ലെങ്കിലും കുഴപ്പമില്ല. ആ എത്തുന്നത് ശല്യമായിട്ട് തോന്നിയില്ല. എത്താണ്ട് അതൊരു സുഖമാണ്, അതൊരു ഫീലാണ്. സോ യു ഡൺ ഇറ്റ് സോ ബ്യൂട്ടിഫുൾ. സോ ഇവിടെ കനിവ് എന്നുള്ള വാക്ക് ഉപയോഗിക്കരുത് കേട്ടോ. ഞങ്ങളൊക്കെ വി ആർ ബ്ലെസ്ഡ് ടു ഹിയർ ദിസ് കൈൻഡ് ഓഫ് പെർഫോമൻസസ്. ഓക്കെ, മെന്റേഴ്സ് എത്രയാണ് അർച്ചനയ്ക്ക് നൽകുന്ന മാർക്ക് എന്ന് അറിഞ്ഞതിന് ശേഷം നമുക്ക് ജഡ്ജസിന്റെ മാർക്ക് അറിയാം. മാർക്ക് പറയാലോ അല്ലേ? ഓക്കെ, റെഡി. 1 2 3 4 99. ഗംഭീരം. 99. അതെ, കണ്ണ് കിട്ടാതിരിക്കാൻ ഒരു മാർക്ക്. അത് നേരത്തെ ആ നോട്ടിന്റെ 1 മാർക്ക് അതൊരു മോട്ടിവേഷന് വേണ്ടിട്ടാ. അടുത്ത പ്രാവശ്യം വരുമ്പോ 1 മാർക്ക് കൂടെ മേടിക്കാനുള്ള ഒരു ഇത് വേണം. അതിന് വേണ്ട കേട്ടോ. ആദ്യഘട്ടത്തിൽ വളരെ മികച്ച രീതിയിലാണ് 2 റൗണ്ടുകളും പെർഫോം ചെയ്തത്. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. നമുക്ക് അടുത്ത ഘട്ടത്തിൽ നമുക്ക് കാണാൻ സാധിക്കുമെന്ന് പ്രതീക്ഷയിൽ. ടാറ്റ, ബൈ ബൈ. ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, ബൈ ബൈ. യെസ്, എനിക്ക് വളരെ വിഷമമുള്ള ഒരു കാര്യം പറയാനുണ്ട്. എന്ത് പറ്റി മീനാക്ഷി? പറഞ്ഞു. വിഷമമുള്ള ഒരു കാര്യം പറയാനുണ്ട്. അതായത് ഇന്നത്തെ സമയം കഴിഞ്ഞു. വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി. ഇത് കറക്റ്റ് ആയിട്ട് കണ്ടുപിടിക്കണ്ടല്ലേ? ഈ അവസാനിപ്പിക്കേണ്ട സമയം. അല്ല, ഞാൻ കണ്ടസ്റ്റന്റ്സിന് ഒരു ഉപദേശം കൊടുത്തോട്ടെ പ്ലീസ്. എന്റെ ഉപദേശം നിങ്ങൾക്ക് ഇഷ്ടമല്ലേ? ഓക്കെ, അല്ല, അത് സീരിയസ് ആയിട്ടുള്ള കാര്യം കേട്ടോ. നമ്മുടെ ജഡ്ജസ് ഇവിടെ എല്ലാവർക്കും കമന്റ്സ് പറയാറുണ്ട്. എല്ലാവർക്കും ഇപ്പൊ ഒരാൾക്ക് കൊടുക്കുന്ന കമന്റ് അയാൾക്ക് വേണ്ടി മാത്രം എന്നില്ല, എല്ലാവർക്കും മാറ്റിപ്പോ എടുക്കാവുന്നതാണ്. അപ്പൊ അതൊക്കെ മനസ്സിൽ വെച്ച് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് അടുത്ത എപ്പിസോഡിൽ നന്നായിട്ട് പെർഫോം ചെയ്യണം എല്ലാവരും. ഓക്കെ, ഉറക്കം വരുമ്പോ എന്തൊരു മോട്ടിവേഷൻ അല്ലേ?